അനുമോൾ ഇപ്പോഴും ഞാൻ കണ്ടത് സത്യം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ കണ്ടത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കട്ടെ. ഇന്നലെയും ഇത്രയും വിഷയം കഴിഞ്ഞിട്ട് ആര്യനും നമ്മുടെ ഗിസയിലും ഒരുമിച്ച് തന്നെയാണ് കിടന്നത്. ഇവർ കുറച്ചു നേരം അടുത്ത് കിടക്കും, കുറച്ചു നേരം കഴിയുമ്പോൾ മാറി കിടക്കും. തല ഒരുമിച്ച് തല ഇവിടെ വെച്ച് കിടക്കും, അല്ലെങ്കിൽ തല ഇങ്ങനെ വെച്ച് കിടക്കും. ഇവിടെ എന്തൊക്കെ വിഷയം ഉണ്ടായിട്ടും അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. സോ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ ചെയ്യും പറയാനുള്ളവർ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതിലൊരു തെറ്റുമില്ല, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. സോ ലെറ്റ് ദം ടോക്ക്, ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട് എന്നുള്ള രീതിയിലാവാം. ഇവിടെ ഇപ്പൊ പുതപ്പിന്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യുന്നത് മേ ബി അനുവിനെ, ഇവർ രണ്ടുപേരും അനുവിനെ അഗൻസ്റ്റ് ആണ്. ചിലപ്പോൾ അനുവിനെ പറ്റി സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജിയെ പറ്റി സംസാരിക്കുന്നതാവാം. പക്ഷെ അങ്ങനെ ഒരു സംസാരിക്കുന്നതാവാം ഒരു പക്ഷേ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ ഈ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനക്കവും നിരക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കൂടുതൽ ഡൗട്ടിലോട്ട് ആളുകളെ ചിന്തിപ്പിക്കുന്നത്. ആൻഡ് അനുമോൾ മാത്രമേ ഈ സാധനം നോട്ടീസ് ചെയ്തിട്ടുള്ളൂ, അവിടെയുള്ള വേറെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അനുമോൾ ഇവരെ കീപ്പ് ഓൺ വാച്ചിങ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ സാധനം നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും തിരികെയും ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാളെ ഒന്ന് കാണില്ല, അതൊന്നും കണ്ടിട്ടില്ല അവിടെ. അപ്പൊ ഇവർ ഇന്നലെയും ഒരുമിച്ച് തന്നെയാണ് കിടന്നത്. അതിലൊരു പക്ഷേ ഈ പറഞ്ഞ മാതിരി 3 ഫാക്ടേഴ്സ് ഉണ്ടാവും അവിടെ. അവർ ചെയ്തതിൽ അവര് തെറ്റും ചെയ്തില്ല, പിന്നെ എന്തിനാ അനു പറഞ്ഞതിന് പക്ഷെ മാറി കൊടുക്കണം, അല്ലെങ്കിൽ അനു പ്രൂവ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അവിടെ സംഭവം ഉണ്ടാവുക. ഇവിടെ ലൈക്ക് ഉമ്മ വെക്കുന്ന കണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചാൽ ഇല്ല, പുതപ്പിട്ട് മൂടിയിട്ട് പുതപ്പ് ഇങ്ങനെ അനങ്ങനെ കണ്ടു ലാലേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രേക്ഷകരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. കാരണം പുതപ്പ് ഇങ്ങനെ മൂടി പുതപ്പ് ഇങ്ങനെ അനങ്ങി എന്ന് വെച്ചാൽ ഉമ്മച്ചു എന്നാണ് അർത്ഥം. അല്ലാതെ പുതപ്പൊക്കെ മാറ്റി എനിട്ടിരുന്ന് ഉമ്മച്ചു എന്ന് കണ്ടു എന്ന് പറയണമെങ്കിൽ ഓക്കെ, ഇത് അനു കണ്ടു ഉമ്മയ്ക്കനെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടില്ല ലാലേട്ടാ, പക്ഷെ പുതപ്പ് ഇങ്ങനെ ഇട്ടിട്ട് പുതപ്പ് ഇങ്ങനെ അനങ്ങിയും തിരിയൊക്കെ കണ്ടു അങ്ങനെ. അപ്പോൾ അതെനിക്ക് അങ്ങനെ തോന്നിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തീർന്നു. സത്യം പറഞ്ഞാൽ അനു നല്ല രീതിയിൽ ടൈറ്റായിട്ട് പാക്ഡ് ആയിട്ട് എന്താ പറയാ സ്ക്രൂഡായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഇങ്ങനെ ഒരു കണ്ടന്റ് കിടക്കുന്നുണ്ട്. കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതപ്പിട്ടിട്ട് ഉള്ള ഇതേ കണ്ടു, പുതപ്പിന്റെ ഉള്ളിൽ എന്താ സംഭവിച്ചെന്നുള്ളത് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത് അവിടെ പറയാം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന്. അവർ രണ്ടുപേരും അത്രയും ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഗിസേൽ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാലോ. പിന്നെ ഗിസേൽ അത്ര പൊട്ടിത്തെറിച്ചിട്ടില്ല, അതും ഒരു ഫാക്ടറാണ്. പൊട്ടിത്തെറിക്കാത്തത് അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊക്കെ ഒരു വിഷയമാണോ, അൺനെസസറി ആയിട്ട് പൊട്ടിത്തെറിക്കണോ എന്നുള്ള രീതിയിലും ചിന്തിക്കാം. എന്തായാലും ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും തിരികൊളുത്തി വിട്ടതാരാ? മസ്താനി.